ഫലസ്തീനു വേണ്ടി പ്രക്ഷോഭങ്ങൾ, ഐക്യദാർഢ്യ റാലികൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ഒരു ദൗത്യമാണ്. അത് ഏറ്റവും കൂടുതൽ മനോഹരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്പാണ്. യൂറോപ്പിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ധാരാളം കപ്പലുകളിൽ അവിടുത്തെ ആക്ടിവിസ്റ്റുകളിൽ എല്ലാ വിഭാഗം ജനങ്ങൾ, മതമുള്ളവരും മതമില്ലാത്തവരും വ്യത്യസ്ത മതധാരകളിൽപ്പെട്ട എല്ലാവരും ഭക്ഷണവുമായി ഗസയിലേക്ക് നീങ്ങുകയാണ്. ലോകം കൂട്ടുനിന്ന ഏറ്റവും വലിയ അനീതി ഉണ്ടാക്കാൻ കാരണക്കാരായ ബ്രിട്ടൻ അവർ കഴിഞ്ഞ ആഴ്ച ഫലസ്തീൻ എംബസി രൂപീകരിക്കുകയും ഫലസ്തീൻ എംബസിയുടെ മുന്നിൽ ഫലസ്തീന്റെ പതാക ഉയർത്തുകയും ചെയ്ത രാജ്യമായി ബ്രിട്ടൻ മാറുകയാണ്. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം യഥാർത്ഥത്തിൽ ആന്റി സെമിറ്റിക് ബില്ലുള്ള ഒരു നിയമമുള്ള രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഇസ്രായേലിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ ആ സംസാരം രാജ്യദ്രോഹ കുറ്റമായി അംഗീകരിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഫലസ്തീനു വേണ്ടി രണ്ടാമത് ഉച്ചത്തിൽ സംസാരിച്ച രാജ്യമായി ഫ്രാൻസ് മാറുകയാണ്. ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അവർ അംഗീകരിക്കാൻ ജർമ്മനി, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോ ഏകദേശം 120ഓളം രാജ്യങ്ങളാണ് പുറത്തുപോയത്. എന്ന് പറഞ്ഞാൽ ഫലസ്തീനെ പിന്തുണക്കുന്ന 120ഓളം രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിൽ ക്യാമ്പസുകൾ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ വരുന്ന ആ പ്രൊഫസർ ഇസ്രായേൽ അംഗീകരിക്കുന്ന ആളാണെങ്കിൽ ആ പ്രൊഫസറുടെ ക്ലാസ്സിൽ ഒരൊറ്റ കുട്ടിയും ഇരിക്കില്ല. ആ പ്രൊഫസർ അവർ ബഹിഷ്കരിക്കുകയാണ്. അത് അമേരിക്കയിലെ ഏറ്റവും വലിയ സർവകലാശാലകൾ മുതൽ യൂറോപ്പിലെ വ്യത്യസ്തമായ ക്യാമ്പസുകൾ വരെ നടന്നുകൊണ്ടിരിക്കുക. ടെന്റ് കെട്ടിയുള്ള സമരങ്ങൾ നടക്കുന്നത് ലോകത്തെവിടെയാണ്? കൊളംബിയ സർവകലാശാലയിലാണ്, അതുപോലെ ഓസ്ട്രേലിയയിലാണ്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി വരുന്നത് സമരം ചെയ്യാനാണ്, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല. ക്യാമ്പസിന്റെ നടുത്തളത്തിൽ ടെന്റ് കെട്ടിക്കൊണ്ട് ഫലസ്തീൻ ഐക്യദാർഢ്യപ്പെടുന്ന യുവാക്കള്, വിദ്യാർത്ഥികള് ഇന്ന് ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുകയാണ്. 5 ലക്ഷം ആളുകൾ പങ്കെടുത്ത റാലിയാണ്. ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ സഹായിക്കുന്ന, നിയമപരമായി, ധാർമ്മികമായി, മതപരമായി, എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായി സഹായിക്കാൻ ബാധ്യതപ്പെട്ട രാജ്യമാണ് UK. പക്ഷേ ഈ പോരാട്ടത്തിൽ ഇസ്രായേലിനെ ഏറ്റവും കുറച്ച് സഹായിച്ച രാജ്യമാണ് UK എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവിടുത്തെ ജനങ്ങൾ രൂപപ്പെട്ട പ്രക്ഷോഭമാണ്. അതുകൊണ്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക, ഐക്യദാർഢ്യ റാലികൾ സംഘടിപ്പിക്കുക, എത്ര ചെറുതാണെങ്കിലും ഫലസ്തീനെ ചേർത്ത് നിർത്തുന്ന കൂട്ടായ്മകളിൽ നമ്മൾ ഭാഗമാക്കുക. കൊടിയുടെ നിറം നോക്കാതെ, സംഘടിപ്പിക്കുന്നവർ നോക്കാതെ, ഫലസ്തീൻ എന്ന കോഴ്സ് ജനുവിനായി ലോകത്തെ ഏറ്റവും വലിയ ജസ്റ്റിസ്, നീതിക്ക് വേണ്ടിയുള്ള ഉയർത്തെഴുന്നേൽപ്പാണെന്ന് മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്യാനും അഭിവാദ്യം ചെയ്യാനുമുള്ള മനസ്സാക്ഷി ഉണ്ടാവുക. ഇത് ഫലസ്തീന്റെ പുറത്തുനിന്ന് ഫലസ്തീൻ ജനതയോട് നമ്മൾ ചെയ്യേണ്ട 3ാമത്തെ ബാധ്യതയാണ്. പ്രക്ഷോഭങ്ങളും ഐക്യദാർഢ്യ റാലികളും സംഘടിപ്പിക്കുക എന്ന് പറയുന്നത്.